വി എസ് കെ കെ രമയ്ക്ക് വി എസ് എന്ന അച്ഛനെ പോലെയാണ്. കെ രമയുടെ മുന്നേ അത് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കെ കെ രമ ഇപ്പോൾ ദർബാർ ഹാളിലെത്തിയിരിക്കുക. ചേർത്ത് നിർത്തൽ, പിതൃതുല്യമായ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ചേർത്ത് നിർത്തലും കൂടി അന്ന് നമ്മൾ കണ്ടതാണ്. അതൊക്കെ തീർച്ചയായിട്ടും വി എസ് വ്യത്യസ്തനാക്കിയ ഒരു വൈകാരികതയ്ക്ക് ഒരു അടിസ്ഥാനം അതാണ്. ഈ എപ്പോഴും വി എസിന്റെ ചില സമയങ്ങളിലെ മൗനം പോലും വലിയ അർത്ഥതലങ്ങളുള്ളതായിരുന്നു. ടി പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ മൗനം എത്രത്തോളം സി പി എമ്മിനെ എല്ലാം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ സി പി എമ്മിനെ വി എസിന്റെ നിലപാടുകൾ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാരണം വി എസ് വളരെ ശക്തമായിട്ട് വി എസ് അതാണ് കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നാണ് വി എസ് പറയുന്നത്. അത് പറയാനുള്ള ധൈര്യം വി എസ് കാണിച്ചു എന്നതാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ വന്നതായാലും എത്തി അത് പാർട്ടി ഒന്നടങ്കം വിലക്കിയിട്ടും വി എസ് വന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും വി എസ് അത്തരം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാരണം വി എസ് എടുക്കുന്ന സത്യസന്ധമായ നിലപാടുകളായിരുന്നു അതൊക്കെ. അതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത്. വി എസ് സി പി എമ്മിന് അകത്ത് നടത്തിയ അഭിപ്രായ ആശയ സമരങ്ങൾ ഒരു പാർട്ടി നയവ്യതിയാനങ്ങളിൽ നിന്ന് പിന്നി മാറുമ്പോൾ അതിനെതിരെ നടത്തിയ സമരത്തിന്റെ ഒരു സംഘടനാ രൂപം തന്നെയായിരുന്നു ഇന്ത്യത്തും ഞങ്ങൾ നടത്തിയത്. അതൊക്കെ തീർച്ചയായിട്ടും വി എസ് എല്ലായിടത്തും വ്യത്യസ്തനാക്കുന്ന അത്തരത്തിലുള്ള ജനഹൃദയങ്ങളിൽ വി എസ് ജീവിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം പോരാടിയ ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെ. പാർട്ടിയിൽ സി പി എമ്മിൽ പോളിറ്റ് ബ്യൂറോ സ്ഥാനം തന്നെ നഷ്ടമായിരുന്നു പലപ്പോഴും ഇത്തരത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാടുകൾ കാരണം. തീർച്ചയായിട്ടും എന്തെല്ലാം വി എസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ കടലിലെ തിരയും ബക്കറ്റിലെ വെള്ളവുമൊന്നും നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ലല്ലോ. ഒരുപാട് ഇതുപോലെ തിക്താനുഭവങ്ങൾ സഖാവിനുണ്ടായിട്ടും പക്ഷേ താൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളിൽ നിന്ന് ഒരു തെല്ലിട വ്യതിചലിക്കാൻ വി എസ് തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അവസാനം കണ്ടത് എപ്പോഴാണ്? ഞാൻ കണ്ടത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. പിന്നെ ജന്മദിനത്തിനാണ് വിളിക്കാറുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സത്യപ്രതിജ്ഞാ സമയത്ത് ഞാനൊന്ന് വിളിച്ചിരുന്നു. കാണാൻ പോയപ്പോൾ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും നല്ല ഓർമ്മ ഉഞ്ചിയം സമരമായിരുന്നു. തീർച്ചയായിട്ടും ഉഞ്ചിയം സമരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ നിരവധി ഞാൻ SFI ആയിരിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ വി എസുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് പല സമരങ്ങളിൽ. ഒരുപാട് പെമ്പിളയൊരുമൈ സമരത്തിന് ആ സമയത്ത് ഞങ്ങൾ കണ്ടിരുന്നു. കന്യാസ്ത്രീകളുടെ സമരം, ഇതൊക്കെ മറക്കാൻ കഴിയാത്ത ഒരുപാടാണ്. എൻഡോസൾഫാൻ സമരം. അങ്ങനെ വി എസ് എത്താത്ത ഇടങ്ങളില്ല. സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അതിനിടയിലേക്ക് വി എസ് ഉണ്ടായിരുന്നു. അതാണ് വി എസിനെ വ്യത്യസ്തത.